ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 102 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലവും ഒറ്റഘട്ടമായി ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി 9 ദിവസം മാത്രം ബാക്കി. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്നും നാളെയും സംസ്ഥാനത്ത് പ്രചാരണത്തിൽ. രാഹുൽ ഗാന്ധിക്കായി വോട്ട് തേടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സീതാറാം യെച്ചൂരി വടകരയിൽ. കേരളത്തിലേക്കുള്ള ആദ്യ ഡബിൾ ഡക്കർ ട്രെയിൻ വിജയകരമായി പരീക്ഷണയോട്ടം നടത്തി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്ന്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. ഇന്ന് രാമനവമി. രാമ ജന്മോത്സവത്തോടനുബന്ധിച്ച് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ലക്ഷദ്വീപിലുമടക്കം 102 ലോക്സഭാ മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിൽ ആകെയുള്ള 39 സീറ്റിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 39 സീറ്റുകളിൽ ആകെ 950 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രിയും ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിലാണ്. അസമിലെ നൽബാരിയിലെ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി ഇന്ന് സിൽച്ചാറിൽ പ്രചാരണത്തിനെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി 9 ദിവസം മാത്രം ബാക്കി. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും സംസ്ഥാനത്തേക്ക് പ്രവഹിക്കുന്നു. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്നും നാളെയും വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനെത്തും. ഇന്നലെ കോഴിക്കോടും വയനാട്ടിലും റോഡ് ഷോ നടത്തിയ കോൺഗ്രസ് നേതാവും വയനാട് സ്ഥാനാർത്ഥിയുമായ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ വീണ്ടും പ്രചാരണത്തിനെത്തും. മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളും UDF പ്രചാരണത്തിനെത്തും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്ന് വയനാട്ടിലുണ്ട്. LDF പ്രചാരണത്തിനായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും CPI ജനറൽ സെക്രട്ടറി D രാജ ആലപ്പുഴയിലും പ്രചാരണത്തിലാണ്. പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. താരപ്രചാരകനാണ് ഇപ്പോൾ മണ്ഡലത്തിലെ പ്രചാരണം കൊഴുപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോട്ടമൈതാനത്ത് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേരത്തെ റോഡ് ഷോയോടെ തുടക്കം കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. സീറ്റ് നിലനിർത്താൻ UDFും തിരിച്ചുപിടിക്കാൻ LDFും ഇവരിരുവർക്കും വെല്ലുവിളി ഉയർത്തി NDAയും പോരിനിറങ്ങിയിരിക്കുന്ന പാലക്കാട് അവസാന ലാപ്പും ആവേശത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തലശ്ശേരിയിലും മട്ടന്നൂരിലും NDA പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തലശ്ശേരിയിൽ വടകര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കും. തുടർന്ന് മട്ടന്നൂരിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C രഘുനാഥിന്റെ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചിയിലേക്ക് പോകും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് അമ്പലക്കര മൈതാനിയിൽ സംസാരിക്കും. വൈകിട്ട് കേരളപുരത്തെ പൊതുയോഗത്തിൽ പങ്കെടുക്കും. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനായി വോട്ട് അഭ്യർത്ഥിക്കും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഇന്ന് വയനാട്ടിൽ. ഉച്ചയോടെ കൽപ്പറ്റയിലെത്തുന്ന അദ്ദേഹം ഉച്ചകഴിഞ്ഞ് 3-ന് കോട്ടത്തറ പഞ്ചായത്തിലെ കുറുമ്പലക്കോട്ടയിൽ കുടുംബസംഗമത്തിൽ പങ്കെടുക്കും. തുടർന്ന് മേപ്പാടി ടൌണിലും മാനന്തവാടി ഗാന്ധി പാർക്കിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിലും മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ് എന്നിവരാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് ഇരു സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ അടൂർ പ്രകാശ് അരുവിക്കര, വെള്ളനാട്, പൂവച്ചൽ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തുന്നു. LDF സ്ഥാനാർത്ഥി V ജോയ് ഇന്ന് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. 76 കേന്ദ്രങ്ങൾ സഞ്ചരിച്ച് വൈകുന്നേരം വെള്ളനാട് സമാപിക്കും. NDA സ്ഥാനാർത്ഥി V മുരളീധരന്റെ പര്യടനം ആര്യനാട് മേഖലയിലാണ്. പര്യടനം രാത്രി ആര്യനാട് ടൌണിൽ സമാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള 2ാം ഘട്ട പരിശീലന ക്ലാസുകൾ നാളെ ആരംഭിക്കും.
പ്രിസൈഡിംഗ് ഓഫീസർ 3 പോളിംഗ് ഓഫീസർമാരടങ്ങുന്ന പോളിംഗ് ടീമിനാണ് പരിശീലനം നൽകുന്നത്. 11 നിയമസഭകളിലെ സെന്ററുകളിലായി 8,972 പേർക്കാണ് 3 ദിവസത്തെ പരിശീലനം നൽകുക. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷി വോട്ടർമാർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള സംവിധാനത്തിലൂടെ തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലങ്ങളിലുമായി ഇതുവരെ 4,476 പേർ വോട്ട് രേഖപ്പെടുത്തി. അപേക്ഷ നൽകിയ അർഹരായ വോട്ടർമാരുടെ വീടുകളിൽ സ്പെഷ്യൽ പോളിംഗ് ടീമുകൾ എത്തിയാണ് വോട്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മാനത്ത് വർണ്ണവിസ്മയമാകാൻ തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്ന്. പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് ഇന്ന് തിരികൊളുത്തും. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തുക. പിന്നാലെ പാറമേക്കാവും കരിമരുന്നിന്റെ ആകാശപൂരത്തേക്ക് തിരികൊളുത്തും. നാളെ തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരം നട തുറന്നു വരുന്നതോടെ പൂര വിളംബരമാവുകയായി. തുടർന്ന് പൂര ദിവസമായ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരവ് ആരംഭിക്കും. തുടർന്ന് മഠത്തിൽ വരവ്, പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം തുടങ്ങിയ ശബ്ദ താളവർണ്ണ വിസ്മയങ്ങൾ വാനിലുയർത്തി തൃശൂർ പൂരം പെയ്തിറങ്ങും. ഇന്ന് രാമനവമി. രാമജന്മോത്സവത്തോടനുബന്ധിച്ച് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നു. ഭക്തജന തിരക്കേറിയതിനാൽ അയോധ്യയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ഏവർക്കും രാമനവമി ആശംസകൾ നേർന്നു. പ്രസിദ്ധമായ കണ്ണൂർ മാവിലാക്കാവ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ അടിയുത്സവം ഇന്ന്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. മാവിലായി നിലാഞ്ചിറ വയലിൽ വൈകിട്ടാണ് അടിയുത്സവം നടക്കുന്നത്. കച്ചേരി ഇല്ലത്തെ തമ്പുരാൻ നൽകിയ അവിൽക്കൂടിനായി ബാലന്മാർ തല്ലുകൂടിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് അടിയുത്സവം നടത്തുന്നത്. കച്ചേരി ഇല്ലത്ത് നടന്ന അടിക്ക് ശേഷം മാവിലായിൽ വെച്ച് ബാലന്മാർ വീണ്ടും നടത്തിയ അടിയെ ഓർമ്മിപ്പിച്ചാണ് ഇന്നത്തെ അടി. കഠിന വ്രതമെടുത്ത കൈക്കോളന്മാർ മൂത്ത കൂർവാടും ഇളയ കൂർവാടുമായി തിരിഞ്ഞ് മറ്റൊരാളുടെ ചുമലിൽ കയറിയിരുന്ന് അന്യോന്യം അടിക്കുന്നതാണ് അടിയുത്സവം. മാവിലായി വലിയ വീട്ടിലെ കാരണവർ നിർത്താൻ ആവശ്യപ്പെടുന്നതോടെയാണ് അടി അവസാനിപ്പിക്കുക. കേരളത്തിലേക്കുള്ള ആദ്യ ഉദയ് എക്സ്പ്രസ് ഡബിൾ ഡക്കർ ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തി. കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് ഡബിൾ ഡക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ട് നീട്ടുന്നതിന്റെ പരീക്ഷണയോട്ടമാണ് നടന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയായിരിക്കും തീവണ്ടിയുടെ സർവീസ്. ഇടുക്കി അണക്കെട്ട് സന്ദർശകർക്ക് തുറന്നുകൊടുത്തതോടെ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. മധ്യവേനൽ അവധി കൂടിയായതോടെ ദിവസേന നിരവധി ആളുകളാണ് ഇവിടേക്കെത്തുന്നത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. സന്ദർശകർക്കായി തുറന്ന ഇടുക്കി അണക്കെട്ട് കാണുന്നതിനായി അയൽ ജില്ലക്കാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസേന എത്തുന്നത്. ചെറുതോണി അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇടുക്കി അണക്കെട്ടിലൂടെയാണ് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നത്. ശരാശരി 500-ലധികം ആളുകൾ ദിനംപ്രതി അണക്കെട്ട് സന്ദർശിക്കുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഇടുക്കി അണക്കെട്ടിൽ നിന്നും ബഗ്ഗിക്കാറിൽ ചെറുതോണി അണക്കെട്ടിൽ എത്തിയ ശേഷം തിരികെ ബഗ്ഗിക്കാറിൽ തന്നെ ഇടുക്കി അണക്കെട്ടിലെത്തി മടങ്ങിപ്പോകാം. ഓൺലൈനായി പ്രവേശന പാസ് എടുക്കാനുള്ള സൗകര്യവും ലഭ്യമാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ഡാമിലൂടെയുള്ള ബോട്ടിംഗ് എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞനായ കെ.ജി. ജയന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഭൌതികദേഹം തൃപ്പൂണിത്തുറയിലെ വസതിയിൽ എത്തിച്ചു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് 19-ാം മൈലിൽ കാറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് സ്ത്രീ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. ചേർത്തല സ്വദേശിനി കുമാരിയാണ് മരിച്ചത്. കണ്ണൂർ പുഴയിൽ കുളിക്കുന്നതിനിടെ 41-കാരൻ മുങ്ങി മരിച്ചു. ചെറുപുഴ ബാലവാടി റോഡിലെ കെ.എം. ബിനുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30-ഓടെയാണ് അപകടം. നെടുമങ്ങാട് സ്വദേശിയായ ഇൻസ്പെക്ടർ സൈജു എം.വി. മരിച്ച നിലയിൽ. കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് പരിസരത്തെ മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബലാത്സംഗ കേസിൽ അന്വേഷണം നേരിടുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. UAE-യിൽ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് വിമാനം റദ്ദാക്കാൻ കാരണം. UAE-യിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെയും മറ്റന്നാളും കോഴിക്കോടും വയനാടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്ത് സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ തുടരുന്നു. ഗ്രാമിന് 6,795 രൂപയും പവന് 54,360 രൂപയുമാണ് ഇന്നത്തെ വില. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 102 മണ്ഡലങ്ങളിൽ മറ്റന്നാൾ വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലവും ഒറ്റഘട്ടമായി ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതാൻ ഇനി 9 ദിവസം മാത്രം ബാക്കി. കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്നും നാളെയും സംസ്ഥാനത്ത് പ്രചാരണത്തിൽ. രാഹുൽ ഗാന്ധിക്കായി വോട്ട് തേടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സീതാറാം യെച്ചൂരി വടകരയിൽ. കേരളത്തിലേക്കുള്ള ആദ്യ ഡബിൾ ഡക്കർ ട്രെയിൻ വിജയകരമായി പരീക്ഷണയോട്ടം നടത്തി. തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിന്ന് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു.
ഇന്ന് രാമനവമി. രാമജന്മോത്സവത്തോടനുബന്ധിച്ച് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:50.